ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഹരേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ആറാമത്തെ ദശകത്തിൽ 5 ശ്ലോകങ്ങളാണ് പഠിച്ചത്. വിരാട് സ്വരൂപ വർണ്ണനം അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് എൻ്റെ പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഹരേ കൃഷ്ണ. നമുക്കിന്ന് വിരാട് സ്വരൂപവർണ്ണത്തിൽ 6-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം പഠിക്കാം. ചൊല്ലി നോക്കാം. ശ്ലോകം 6. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശശകുന്തപംക്തിഃ സിദ്ധാദയ സ്വരഗണാ മുഖരന്ധ്രമഗ്നിർദേവാ ഭുജാ സ്തനയുഗം തവ ധർമ്മദേവഃ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ മായാ വിലാസഹസിതം ശ്വസിതം സമീരഃ ജിഹ്വാ ജലം വചനം പ്ലസ് ഈശ. വചനം ഈശ എന്ന് നമ്മൾ ഒന്നിച്ച് വായിക്കും. അത് വചനം പ്ലസ് ഈശ. ഈശ്വര എന്നാണ് വിളിക്കുന്നത്. ശകുന്തപംക്തിഃ സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രം അഗ്നിഃ. മുഖരന്ധ്രം പ്ലസ് അഗ്നി. അപ്പോൾ മുഖരന്ധ്രം അഗ്നിർ ദേവാഭുജ സ്തനയുഗം തവ ധർമ്മദേവഃ. ഹരേ കൃഷ്ണ. നമുക്ക് അന്വയപ്രകാരം നോക്കുമ്പോൾ ഹേ ഈശ, വചനം ഈശ എന്നുള്ളത് ഹേ ഈശ്വര, തവ അങ്ങയുടെ. നമ്മൾ വിരാട് സ്വരൂപം ത്തിലെ ഓരോരോ ഭാഗങ്ങൾ ഭഗവാന്റെ എന്തെല്ലാമാണ് അവയവങ്ങളായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ വിലാസഹസിതം മന്ദഹാസം അതെന്താണെന്നാണ്. ഭഗവാന്റെ മന്ദഹാസം മായയാണ്. നമ്മൾ അനുഭവിക്കുന്ന മായ ഭഗവാന്റെ മന്ദഹാസമാണ് എന്ന് പറയുന്നു. ശ്വസിതം ഭഗവാന്റെ ശ്വാസം, ആ വിരാട് സ്വരൂപത്തിൻ്റെ ശ്വാസം അതാണ് കാറ്റ് എന്ന് പറയുന്നത്. കാറ്റായിട്ട് പ്രപഞ്ചത്തിൽ കാണുന്നത്. ജിഹ്വ ആ വിരാട് സ്വരൂപത്തിൻ്റെ നാവ്. ജിഹ്വ പറഞ്ഞാൽ നാവ് എന്നാണ് അർത്ഥം. ആ നാവ് ജലമാണ്. പ്രപഞ്ചത്തിലെ വെള്ളം ഭഗവാന്റെ അതായത് വിരാട് സ്വരൂപത്തിൻ്റെ നാവാണ്. ആ വിരാട് സ്വരൂപത്തിൻ്റെ വചനങ്ങൾ ശകുന്തപംക്തി. ശകുന്തം എന്ന പക്ഷിക്കൂട്ടങ്ങൾ. വാക്ക്. ആ വിരാട് സ്വരൂപത്തിൻ്റെ വാക്കുകൾ പക്ഷിക്കൂട്ടങ്ങളാണത്രേ. സ്വരഗണങ്ങൾ ഓരോ സ്വരങ്ങളുടെ കൂട്ടം. അതെന്താണ്? സിദ്ധാദയ എന്ന് പറയുന്നു. എന്താ സിദ്ധാദയ പറഞ്ഞാൽ? സിദ്ധൻ, യക്ഷൻ, കിന്നരൻ തുടങ്ങിയ ആകാശ സഞ്ചാരികൾ. അതാണ് ആ സ്വരഗണങ്ങൾ. പിന്നെ മുഖരന്ധ്രം, ആ വിരാട് സ്വരൂപത്തിൻ്റെ മുഖരന്ധ്രം വായ്. ആ വിരാട് സ്വരൂപത്തിൻ്റെ വായ അഗ്നിയാണ് എന്ന് പറയുന്നു. ഭുജ ദേവ, ഭുജങ്ങൾ കൈകൾ ദേവന്മാരാണ്. സ്തനയുഗം ധർമ്മദേവ, ആ വിരാട് സ്വരൂപത്തിൻ്റെ 2 സ്തനങ്ങൾ ധർമ്മദേവനാകുന്നു. അങ്ങനെ ഓരോ വിരാട് സ്വരൂപത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രപഞ്ചത്തിലെ ഓരോന്നായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു, സങ്കല്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ലോകത്തിലെ എല്ലാ സൃഷ്ടിക്കും സൃഷ്ടിക്കപ്പെട്ടവയുടെ പരസ്പര ബന്ധത്തിനും ആനന്ദം ദുഃഖം എന്ന് കരുതപ്പെടുന്ന 2 അനുഭൂതികൾക്കും കാരണമായ മായയെ ആണ് ഭഗവാന്റെ വിലാസഹസിതമായി കൽപ്പിക്കുന്നത്. അപ്പം എല്ലാ സൃഷ്ടികൾക്കും പരസ്പര ബന്ധത്തിനും അതിന് ആനന്ദവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കരുതപ്പെടുന്ന ആ അനുഭൂതികൾക്കൊക്കെ കാരണമായ മായ ഭഗവാന്റെ ഹസിതമാണ്, മന്ദഹാസമാണ്. ജഗത് പ്രാണരൂപിയായ സമീരൻ, കാറ്റ്, നമ്മൾക്ക് നമ്മുടെ ജീവവായു എന്ന് പറയും. അതാണ് ഭഗവാന്റെ ശ്വാസം. വിരാട് സ്വരൂപത്തിൻ്റെ ശ്വാസമാണത്. ഭഗവാൻ ശ്വസിക്കുമ്പോൾ പ്രപഞ്ചം ഉയർക്കൊള്ളുകയും ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ വായു പോലെ ജീവികൾക്ക് ഒരേപോലെ ആവശ്യമായ വസ്തുവാണ് ജലം. ആ ജലത്തെ ഭഗവാന്റെ നാവായിട്ട് ജിഹ്വായിട്ട് കൽപ്പിക്കുന്നു. വിരാട് സ്വരൂപത്തിൻ്റെ ഭഗവാന്റെ ഉച്ചരിതങ്ങൾ പറഞ്ഞ വാക്കുകൾ പക്ഷിക്കൂട്ടങ്ങളാണ്. ഭഗവാന്റെ ആലാപനങ്ങളിലെ സ്വരങ്ങൾ ഭഗവാൻ ആലപിക്കുമ്പോൾ ആ സ്വരങ്ങൾ വരുന്നത് ഗന്ധർവ സിദ്ധ വിദ്യാധരാദികളായ ദേവഗായകരാണ്. അതാണ്
സിദ്ധൻ, യക്ഷൻ, കിന്നരൻ തുടങ്ങിയവയൊക്കെ അവരുടെ സംഗീതം അവർക്കുണ്ട്. അപ്പോൾ അതെല്ലാം ആ ദേവഗായകരാണ്. ഭഗവാന്റെ സ്വരങ്ങൾ, ആലാപനങ്ങളിലെ സ്വരങ്ങൾ എന്ന് പറയുന്നു. ഭഗവാന്റെ വായ്, ആ വിരാട് സ്വരൂപത്തിൻ്റെ വായാണ് ദേവന്മാരുടെ മുഖമായ അഗ്നിയാണത്. ദേവന്മാർക്കുള്ള ഹവിർഭാഗം സ്വീകരിക്കും. യാഗം, യജ്ഞമൊക്കെ ചെയ്യുമ്പോൾ, ഹവിസ് കൽപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത് ഈ അഗ്നിയാണ്. അതാണ് ദേവന്മാരുടെ മുഖമായ അഗ്നിയാണ് ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൻ്റെ വായ് എന്ന് പറയുന്നു. അതിനാൽ ഭഗവാന് വേണ്ടി അർച്ചിക്കപ്പെടുന്ന അവിസൊക്കെ എല്ലാ ദേവന്മാരിലേക്കും എത്തിച്ചേരും. നമ്മൾ ഭഗവാന് സമർപ്പിച്ചാൽ മതി, അത് എല്ലാ ദേവന്മാരിലേക്കും എത്തിച്ചേരുന്നു. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് നമ്മൾ പറയാറുണ്ട്. അത് എന്ത് ഭഗവാന് സമർപ്പിച്ചാലും എല്ലാ ദേവന്മാർക്കും അത് എത്തുന്നു. ദേവന്മാരെ ഭഗവാന്റെ ഭുജങ്ങളായിട്ടാണ് കൽപ്പിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉചിത ഫലം നൽകുന്നത് ദേവന്മാരാണ്. അപ്പോൾ കർമ്മഫലം നൽകുന്ന ദേവന്മാർ ഭഗവാന്റെ ഭുജങ്ങൾ. കർമ്മങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും അധികാരം ധർമ്മദേവനാണ്. അപ്പോൾ ആ ധർമ്മദേവൻ എവിടെയാണ്? ഭഗവാന്റെ സ്തനയുഗമാണ് ആ ധർമ്മദേവനായിട്ട് കണക്കാക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. പൃഷ്ടധ്വധർമ്മ ഇഹ ദേവ മനഃസുധാംശുർ അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസോ വൃഷണൗ ച മിത്രഃ. പൃഷ്ട തു അധർമ്മ, പൃഷ്ടധ്വധർമ്മ എന്നാണ് വായിക്കുക. അത് പിരിക്കുമ്പോൾ പൃഷ്ടഃ തു അധർമ്മ ഇഹ ദേവ മനഃ സുധാംശുഃ അവ്യക്തം പ്ലസ് ഏവ ഹൃദയാംബുജ അംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസോ വൃഷണൗ ച മിത്രഃ. അന്വയപ്രകാരം നോക്കുമ്പോൾ അംബുജാക്ഷ എന്നാണ്. താമരയിതൾ പോലെ മനോഹരമായ അക്ഷികളുള്ളവനെ ദേവ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാവുന്ന ലീലയിൽ വ്യാപൃതനായവനെയാണ് ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ പൃഷ്ടം തു അധർമ്മ, നിന്ദ്രിവടിയുടെ പൃഷ്ഠഭാഗം ധർമ്മമാകുന്നു. മനഃസുധാംശുഹു, മനസ്സ്, ആ വിരാട് സ്വരൂപത്തിൻ്റെ മനസ്സ് അമൃതാകുന്നു, സുധാംശു ആകുന്നു. ഹൃദയാംബുജം, ഹൃദയമാകുന്ന അംബുജം അവ്യക്തമാണ്. ഭഗവാന്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സത്വരജ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ മൂലം വിരുദ്ധ വികാരമായ പ്രകൃതിയാണ്, അതായത് മായയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഭഗവാന്റെ ഹൃദയം. കുക്ഷി പറഞ്ഞ വയറ്, അത് സമുദ്രനിവഹങ്ങൾ, സമുദ്രങ്ങളുടെ കൂട്ടങ്ങളാണ്. വസനം തു, വസനം പറഞ്ഞ വസ്ത്രമാണ്. ആ വസ്ത്രം എന്താണ്? സന്ധ്യ, 2 സന്ധ്യകളാണ്. ആ വിരാട് സ്വരൂപത്തിൻ്റെ വസ്ത്രം 2 സന്ധ്യകളാണ്. ശേഭ പറഞ്ഞ ലിംഗമാണ്. ശേഭ പ്രജാപതിരസോ, ആ വിരാട് സ്വരൂപത്തിൻ്റെ ലിംഗം പ്രജാപതിയായ ബ്രഹ്മാവാണ് ഈ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൻ്റെ ലിംഗം. വൃഷണാച്ച മിത്ര, വൃഷണങ്ങൾ 2 സൂര്യനാണ് എന്നും പറയുന്നു. വിരാട് സ്വരൂപത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓരോന്ന് എല്ലാമാണെന്ന് നമുക്ക് ഈ ദശകത്തിൽ മനസ്സിലാവുന്നു. അതായത് അംബുജാക്ഷനായ ഭഗവാന്റെ ഇന്ദ്രിവടിയുടെ പൃഷ്ഠം, ഭഗവാന്റെ പൃഷ്ഠം അധർമ്മം, മനസ്സ് അമൃതകിരണം, ഹൃദയമാകുന്ന അംബുജം സത്വരജ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ മൂലം പല വിധത്തിലുള്ള വികാരങ്ങളുള്ള പ്രകൃതിയാണ് ഭഗവാന്റെ ഹൃദയം. നിന്തിരുവടിയുടെ കുക്ഷി, വയറ് സമുദ്രങ്ങളാണ്. പ്രഭാതസന്ധിയും സായം സന്ധിയുമാണ് അങ്ങയുടെ വസ്ത്രങ്ങൾ. പ്രജാപതിയായ ബ്രഹ്മാവ് അങ്ങയുടെ ലിംഗവും വൃഷണങ്ങൾ സൂര്യനും ആകുന്നു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ശ്രോണീസ്ഥലം മൃഗഗണ പദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖ ഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുച്ചാരൂരുയുഗ്മചരണം കരുണാംബുദേ തേ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ശ്രോണീസ്ഥലം മൃഗഗണ പദയോ നഖാ തേ, 3 വരും. പദയോഹോ നഖാഹ തേ. അപ്പം പദയോർ നഖാസ്തേ,
ഹസ്ത്യു ഉഷ്ട്ര സൈന്ധവ മുഖ. ഹസ്തി ഉഷ്ട്ര സൈന്ധവ മുഖ. ഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരു യുഗ്മചരണം. ചാരൂരു യുഗ്മചരണം കരുണാംബുദേ തേ. നമുക്ക് അന്വയപ്രകാരം നോക്കുമ്പോൾ കരുണാംബുദേ, ഹേ കരുണക്കടലായ ഗുരുവായൂരപ്പ, തേ ശ്രോണീസ്ഥലം, അങ്ങയുടെ ആ ശ്രോണീ പ്രദേശം മൃഗഗണങ്ങളാകുന്നു. മൃഗഗണങ്ങളാണ് ഭഗവാന്റെ ശ്രോണീ പ്രദേശം, മൃഗങ്ങളാണ്. പിന്നെ പദയോ നഖാഹ, പാദനഖങ്ങൾ, പാദത്തിലുള്ള ഭഗവാന്റെ നഖങ്ങൾ ഹസ്ത്യുഷ്ട്ര സൈന്ധവ മുഖാന്ന്. ഹസ്തി പറഞ്ഞാൽ അറിയാം നമുക്ക് ആന, ഉഷ്ട്ര പറഞ്ഞ ഒട്ടകം, സൈന്ധവ കുതിര, അങ്ങനെ തുടങ്ങിയ മൃഗങ്ങൾ, അതാണത്രേ ഭഗവാന്റെ പാദങ്ങളിലെ നഖങ്ങൾ. ആന, ഒട്ടകം. ഹസ്തി ഉഷ്ട്ര സൈന്ധവ പറഞ്ഞ ആന, ഒട്ടകം, കുതിര തുടങ്ങിയ മൃഗങ്ങൾ, അങ്ങനെയുള്ള മൃഗങ്ങളാണ് നഖങ്ങൾ. പിന്നെ കാലം എന്താണ്? കാലമാണ് വദനാബ്ജബാഹു ചാരു, ഗമനമാണ് കാലം. ഭഗവാന്റെ ഗമനം, അങ്ങോട്ടും ഇങ്ങോട്ടും ഗമിക്കുന്നത്, പോകുന്നതും വരുന്നതും ഒക്കെയാണ് അത്ര കാലം. ആ കാലമാണ് ഭഗവാന്റെ ഗമനം. വദനാബ്ജ ബാഹു ചാരൂരു യുഗ്മചരണം പറഞ്ഞ വദന അബ്ജ ബാഹു ചാരൂരു യുഗ്മചരണം. വദനാബ്ജം പറഞ്ഞാൽ താമര പോലെ മനോഹരമായ മുഖം. വദനം പറഞ്ഞാൽ മുഖം, അബ്ജം പറഞ്ഞാൽ താമര. അപ്പോൾ താമര പോലെയുള്ള ഭഗവാന്റെ മുഖം, പിന്നെ ബാഹുക്കൾ, കൈകൾ, 2 തുടകൾ, ചരണങ്ങൾ, പാദങ്ങൾ, ഇവ എന്താണ്? വിപ്രാതിവർണ ഭവനം എന്ന് പറയുന്നു. വിപ്രാദികളായ വർണ്ണങ്ങളുടെ ഭവനമാകുന്നു. എന്താ ഈ വിപ്രാദികളായ വർണ്ണങ്ങളുടെ ഭവനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭഗവാന്റെ ശ്രോണീ പ്രദേശം അത് മൃഗഗണങ്ങളിലാണ്. മൃഗങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആന, ഒട്ടകം, കുതിര തുടങ്ങിയവയാണ് ഭഗവാന്റെ ശ്രോണീ സ്ഥലം. പിന്നെ പാദങ്ങൾ, പാദനഖങ്ങളോ ഒട്ടകം, കുതിര, ആന തുടങ്ങിയതാണ് പാദനഖങ്ങൾ. പിന്നെ കാലം ഭഗവാന്റെ ചലനമാണ്. ഭഗവാൻ ഗമനം പറഞ്ഞാൽ ചലനം, ഭഗവാന്റെ ചലനം ആണ് കാലമായിട്ട് നമുക്ക് മാറുന്നത്. മുഖം ബ്രാഹ്മണർ, ചാരൂരു യുഗ്മചരണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുഖം ബ്രാഹ്മണരും, കൈകൾ ക്ഷത്രിയരും, ഊരുക്കൾ വൈശ്യരും, പാദങ്ങൾ ശൂദ്രരുടെയും ഭവനങ്ങളാണ്. അപ്പോൾ ഭവനം എന്ന പദത്തിന് ഇവിടെ ഉൽപ്പത്തി സ്ഥാനം എന്ന് മാത്രം നമ്മൾ എടുത്താൽ മതി. അങ്ങനെയുള്ള ഭാഗത്തു നിന്നാണ്, അതായത് ക്ഷത്രിയർ യുദ്ധം ചെയ്യാനൊക്കെ ക്ഷത്രിയരാണ്. അപ്പോൾ അവർക്ക് ഭഗവാന്റെ കൈകൾ ശക്തി, അതാണ്. മുഖം ബ്രാഹ്മണർ, വേദങ്ങളൊക്കെ ചൊല്ലാനും മന്ത്രങ്ങളും പൂജകളൊക്കെ ചെയ്യാൻ. വൈശ്യര് ഊരുക്കളാണ്. പാദങ്ങൾ ശൂദ്രരുടെയും ഉത്ഭവസ്ഥാനമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. 9ാമത്തെ ശ്ലോകം. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഃ നാട്യ സരിൽ സമുദയസ്തരവശ്ചരോമ ജീയാദിദം വപുര നിർവചനീയമീശ. ഹരേ കൃഷ്ണ. സംസാരചക്രം പ്ലസ് ഐ, അതാണ് പദം പിരിക്കുമ്പോൾ. സംസാരചക്രം പ്ലസ് ഐ, ചക്രധര ക്രിയാ പ്ലസ് തേ, ക്രിയാസ്തേ. വീര്യം മഹാസുരഗണ അസ്ഥികുലാനി, മഹാസുരഗണ അസ്ഥികുലാനി. അപ്പോൾ ആ എഫ് എന്നുള്ള അടയാളം ആ അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലതിലും ഇനി ശ്ലോകങ്ങളിൽ വരും അത്. അപ്പോൾ അവിടെ ആന്ന് നമ്മൾ എടുത്തു പറയണ്ട. ഗുണോസ്തികുലാനി, അസ്ഥികുലാനി. ശൈലാഹ നാട്യ സരിത് സമുദയ തരവ പ്ലസ് ച, തരവ ച രോമഃ ജിയാദിദം, ജിയാദ് ഇദം, അപ്പോൾ ജിയാദിദം വപുഹു നിർവചനീയം പ്ലസ് ഈശ. ഇത്രയും പദങ്ങൾ. അതായത് ഹൈ ചക്രധര ഈശ എന്ന് പറയുന്നു. ചക്രധാരിയായ ഈശ്വര, ഹേ ഗുരുവായൂരപ്പ, തേ ക്രിയ, അങ്ങയുടെ പ്രവൃത്തികൾ, ക്രിയകൾ എന്താണ്? സംസാരചക്രം, സംസാരചക്രമാണ്. സംസാരചക്രത്തിൽ ഉണ്ടാവുന്നതാണ്, ഭഗവാന്റെ ക്രിയകൾ കൊണ്ടുണ്ടാകുന്നതാണ് ഈ സംസാരചക്രം. ഭഗവാന്റെ വീര്യം, ആ വീര്യം എന്താണ്? മഹാസുരഗണ, നിന്ദ്രുവടിയുടെ വീര്യം മഹാന്മാരായ അസുരന്മാരുടെ ഗണമാകുന്നു എന്ന് പറയുന്നു.
അസ്ഥികുലാനി ശൈലഹ, ആ വിരാട് സ്വരൂപത്തിൻ്റെ അസ്ഥികൾ അത് പർവ്വതങ്ങളാകുന്നു. അതാണ് ശൈല. അസ്ഥികുലാനി ശൈല പറഞ്ഞാൽ അങ്ങയുടെ വിരാട് സ്വരൂപത്തിൻ്റെ അസ്ഥി സമൂഹം പർവ്വതങ്ങളാകുന്നു. നാട്യ, നാഡികൾ, ഞരമ്പുകൾ, സരിൽ സമുദയ പറഞ്ഞാൽ സരിത്തുക്കളുടെ സമൂഹങ്ങളാകുന്നു, സമുദ്രങ്ങളുടെ. തരവ രോമജ, തരവ പറഞ്ഞാൽ മരങ്ങൾ, വൃക്ഷങ്ങൾ, അതാണ് തരവ. തരൂ പറഞ്ഞാൽ മരം. അപ്പം തരവ പറഞ്ഞാൽ വൃക്ഷങ്ങളെല്ലാം എന്താണ്? ആ വിരാട് സ്വരൂപത്തിൻ്റെ രോമങ്ങളാകുന്നു. ആ വിരാട് സ്വരൂപത്തിലുള്ള രോമങ്ങളാണ് പ്രപഞ്ചത്തിലെ വൃക്ഷങ്ങളായിരിക്കുന്നത്, അവിടുന്ന് ഉത്ഭവിച്ചിരിക്കുന്നത്. അനിർവചനീയം ഇതം ബഭു, ഇങ്ങനെയുള്ള അങ്ങയുടെ രൂപം അനിർവചനീയമായ അവിടുത്തെ ഈ ശരീരം ജിയാദ്, ജയിക്കട്ടെ എന്ന് പറയുന്നു. അതായത് ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൻ്റെ ക്രിയകൾ സംസാരചക്ര പ്രവർത്തനമാകുന്നു. സംസാരചക്രത്തിലുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും എന്താണ്? ഈ വിരാട് സ്വരൂപത്തിൻ്റെ ക്രിയകളാണ്. ഇന്ദിരുവടിയുടെ വീര്യം അസുരഗണങ്ങളാകുന്നു, മഹാന്മാരായ അസുരഗണങ്ങൾ. അസ്ഥി സമൂഹം പർവ്വതങ്ങളും, നാഡികൾ സരിത്തുക്കൾ സമുദ്രങ്ങളുടെ സമൂഹം, വൃക്ഷങ്ങൾ അങ്ങയുടെ രോമങ്ങൾ, വിരാട് സ്വരൂപത്തിലെ രോമങ്ങൾ. ഇങ്ങനെയുള്ള നിർവചിക്കാനാവാത്ത മഹാത്മ്യമുള്ള അങ്ങയുടെ രൂപം ജയിക്കുമാറാകട്ടെ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഒരു ശ്ലോകം കൂടി നമുക്കൊന്ന് എടുക്കാം. 10ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ഈദൃക് ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹുഃ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാദാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഈദൃക് ജഗന്മയ വപുഃ തവ, ഈദൃക് ജഗന്മയ വപുഃ തവ കർമ്മഭാജാം കർമ്മ അവസാന സമയേ സ്മരണീയമാഹുഃ തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാദാലയാധിപ നമ അസ്തു നിരുന്തി രോഗാൻ. ഇങ്ങനെയാണ് പദച്ഛേദം. നമുക്ക് അർത്ഥം നോക്കുമ്പോൾ ഇപ്രകാരമുള്ള, ഈ ദൃക് പറഞ്ഞാൽ എന്താണ്? ഇപ്രകാരമുള്ള തവ അങ്ങയുടെ ജഗന്മയവപു, ജഗന്മയമായ ശരീരം, ഈ പ്രപഞ്ചം മുഴുവൻ ശരീരമായവൻ, അങ്ങനെയുള്ള അവിടുത്തെ ഈ ശരീരം കർമ്മഭാജാം, കർമ്മത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക്, അതായത് കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് കർമാവസാന സമയേ, കർമ്മങ്ങളുടെ അവസാനത്തിൽ അവർ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ അവസാന സമയമാകുമ്പോൾ സ്മരണീയമാഹു, സ്മരണീയമാണ്, സ്മരിക്കാൻ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ഹേ വാദാലയാധിപ ഗുരുവായൂരപ്പ, തസ്യ അന്തരാത്മവപുഷേ, വിശ്വമൂർത്തിയായ വിരാട് ശരീരത്തിൻ്റെ അന്തരാത്മവപുസായവനെ, വിമലാത്മനെ, പരിശുദ്ധമായ ആത്മാവായിട്ടുള്ളവനെ, തേ നിന്ദ്രുവടിക്ക് നമ അസ്തു, നമസ്കാരം ഭവിക്കട്ടെ. രോഗാൻ, എൻ്റെ രോഗങ്ങളെ നിരുന്തി, അവിടുന്ന് നിരോധിച്ചാലും എന്ന് പറയാണ്. അതായത് കർമാവസാന സമയം ജഗന്മയമായ, ജഗത്ത് മുഴുവൻ ശരീരമായിട്ടുള്ള അങ്ങയെ കർമ്മവാക്കുകളായ ആളുകൾക്ക്, കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് കർമാവസാനത്തിൽ സ്മരണീയം ആണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, വിശ്വമൂർത്തിയായ വിരാട് ദേഹത്തിൻ്റെ അന്തരാത്മാവായി ഇരിക്കുന്ന വിമലാത്മനായ അവിടത്തേക്ക് എൻ്റെ നമസ്കാരം, എൻ്റെ രോഗങ്ങളെ നിരോധിക്കണമേ. കർമ്മവാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മരണം, കീർത്തനം, വന്ദനം, അർച്ചനം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ അവസാനം ഭഗവാന്റെ ജഗന്മയമായ രൂപം ധ്യാനിക്കുന്നത് മനഃശുദ്ധിക്കും ഉപാസനാ ലക്ഷ്യത്തിനും പ്രാപ്തിക്കും കാരണമാണ് എന്നാണ് പറയുന്നത്. അതിന് വേറൊരർത്ഥം പറയുകയാണെങ്കിൽ, പലതരത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ട് കഴിയവേ തന്നെ എന്തെങ്കിലും ഘട്ടത്തിൽ നമ്മൾക്ക് കർമ്മമുക്തിയെ വേണം എന്ന് ചിന്തിച്ചാൽ, നമുക്ക് അങ്ങനെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു രൂപം നമ്മൾ സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. താൻ ശ്രേഷ്ഠമെന്നും വിലപ്പെട്ടതെന്നും നേടേണ്ടതെന്തെന്നും കരുതിയവ ഒക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് തള്ളിക്കളഞ്ഞവയും എല്ലാം ഭഗവാന്റെ ജഗന്മൂർത്തിയുടെ അല്പമായ അംശങ്ങളാണെന്ന ബോധം നമുക്ക് കർമ്മമുക്തി നൽകും. നമ്മുടേതായിട്ടുള്ളതൊന്നുമില്ല, എല്ലാം ഭഗവാന്റെ അംശങ്ങളാണെന്നുള്ള ബോധം
നമുക്കുണ്ടാവും. അതിനുവേണ്ടി ഭഗവാന്റെ സ്ഥൂല വിരാട് രൂപവും സൂക്ഷ്മ വിരാട് രൂപവും ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. ധ്യാനിക്കേണ്ടതാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഭഗവാൻ, ആ പഞ്ചപ്രാണങ്ങളുടെ ആലയമാണ് ഭഗവാന്റെ ശരീരം. പഞ്ചപ്രാണങ്ങളുടെ ആലയമാണ് ശരീരം. അതുകൊണ്ട് തന്നെ അത് വാതാലയമാണ്. നമ്മുടെ ശരീരമൊക്കെ വാതാലയമാണ്. അതിൻ്റെ അധിപനാരാണ്? ഭഗവാനാണ്. ആ ഭഗവാന് രോഗങ്ങളെ നിരോധിക്കുന്നത് എളുപ്പമാണ്. അപ്പോൾ വാതാലയാധിപനെ സ്മരിച്ചാൽ, ഗുരുവായൂരപ്പനെ സ്മരിച്ചാൽ, നമസ്കരിച്ചാൽ നമുക്ക് മാറാത്ത രോഗങ്ങളില്ല. നമ്മുടെ ശരീരം തന്നെയാണ് വാതാലയം. അത് തന്നെയാണ് ഗുരുവായൂരപ്പനെ നമ്മൾ പറയണത്. അപ്പോൾ ആ വാതാലയത്തിൻ്റെ അധിപൻ ആരാണ്? ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ്. ആ ഭഗവാനെ സ്മരിച്ച് നമ്മുടെ അസുഖങ്ങളെല്ലാം മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് പറയണം, നമ്മുടെ രോഗങ്ങളെല്ലാം നിരോധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ നാരായണ. ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത ക്ലാസ് 7ാമത്തെ ബ്രഹ്മാവിൻ്റെയും തപസ്സും വൈകുണ്ഠ ദർശനമൊക്കെയാണെന്ന് വരുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.